and negative deviation. ഈ രണ്ട് ഡീവിയേഷൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ ഡിഫറൻസ് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനും ഇത് രണ്ടും എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനെ ഓൾറെഡി ഞാൻ പറഞ്ഞു. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? അതിന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ is higher than that predicted by Rolle's law. Rolle's law predict ചെയ്തതിനേക്കാളും high vapor pressure ആയിരിക്കും. So ഇതിന്റെ വേപ്പർ പ്രഷർ എന്നാണ് high vapor pressure. High vapor pressure. High vapor pressure than predicted by Rolle's law. Rolle's law ഉപയോഗിച്ച് predict ചെയ്തതിനേക്കാളും വേപ്പർ പ്രഷർ ഭയങ്കര ഹൈ ആയിരിക്കും. At the same time നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ എന്തായിരിക്കും? ലോ വേപ്പർ പ്രഷർ ആയിരിക്കും. Low vapor pressure predicted by Rolle's law. Rolle's law predict ചെയ്യുന്നതിനേക്കാളും വേപ്പർ പ്രഷർ കുറവായിരിക്കും സൊല്യൂഷൻ. ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ പ്രത്യേകത ഞാൻ പറയണം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ P1 നിങ്ങൾ ഓർക്കുക, ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ P1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരുന്നു? P10 chi1 ന് ഈക്വൽ ആയിരുന്നു. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ P1 എന്ന് പറയുന്നതും P10 chi1 എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു. പക്ഷെ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ അത് ഈക്വൽ അല്ല. അതിൽ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ P1 എന്നുള്ളത് എപ്പോഴും P10 chi1 ന് ഈക്വൽ കൂടുതലായിരിക്കും. P10 chi1 നേക്കാളും കൂടുതലായിരിക്കും P1. P2 എന്ന് പറയുന്നത് P20 chi2 നേക്കാളും കൂടുതലായിരിക്കും. ഓക്കേ, P2 എന്ന് പറയുന്നത് P20 chi2 നേക്കാളും കൂടുതലായിരിക്കും. സോ P ടോട്ടൽ എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലായിരിക്കും? P10 chi1 പ്ലസ് P20 chi2 നേക്കാളും കൂടുതലായിരിക്കും. ഇതന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം P1 equal to P10 chi1 എന്നും P2 equal to P20 chi2 എന്നും P total is equal to P10 chi1 plus P20 chi2 എന്നും വന്നത് സൊല്യൂഷൻ ഐഡിയൽ ആണ്. അത് ഈക്വൽ അല്ലെങ്കിലാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതിൽ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ P10 chi1, അതായത് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങളുടെ മനസ്സിലാവുക. ക്ലോറോഫോം ഡൈക്ലോറോമീഥേനും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്താ തന്നെ ക്ലോറോഫോമിന്റെ പ്യൂർ വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ ക്ലോറോഫോം തന്നു, വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ ഡൈക്ലോറോമീഥേൻ തന്നു. അപ്പോൾ നമ്മൾ അവിടെ P ടോട്ടൽ കാണാനായിട്ട് എന്താ ചെയ്തേ? P ടോട്ടൽ കാണാനായിട്ട് നമ്മൾ P10 chi1 പ്ലസ് P20 chi2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ P1 എന്നുള്ളത് P10 chi1 ആയിരിക്കും, P2 എന്നുള്ളത് P20 chi2 ആയിരിക്കും. സോ P1 പ്ലസ് P2 ന് പകരം P10 chi1 പ്ലസ് P20 chi2 ചെയ്താൽ മതി. പക്ഷേ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ അതിൽ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ P1 എപ്പോഴും ഹൈ ആയിരിക്കും. P10 chi1 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല P1 ഹൈ ആയിരിക്കും, P2 ഹൈ ആയിരിക്കും. സോ P ടോട്ടൽ കൂടി നിൽക്കും. സോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുതലാണ്. ആര് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഹൈ വേപ്പർ പ്രഷർ ആയിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ. പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ H മിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഞാൻ പറഞ്ഞ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ H നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ H മിക്സ് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ H പോസിറ്റീവ് ആയിരിക്കും. ഓർക്കാരപ്പോ അല്ലേ, 0ത്തേക്കാളും കൂടുതലാണ്. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ H 0 ആയിരിക്കും, 0യേക്കാളും ഹൈ ആയിരിക്കും. 0യേക്കാളും ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പ്രോസസ് ഏത് പ്രോസസ്സാണ്? ഡെൽറ്റ H ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരുവാണെങ്കിൽ അത് എൻഡോതെർമിക് ആണ്. അത് എൻഡോതെർമിക് ആണ്. ഡെൽറ്റ H പോസിറ്റീവ് എന്ന പ്രോസസ് ഏതാ? എൻഡോതെർമിക് ആണ്. ഓക്കേ, അതുപോലെ തന്നെ ഡെൽറ്റ V മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ V മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ V മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. 10 ml A, 20 ml B, then നിങ്ങൾക്ക് കിട്ടുന്നത് 32 ml സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂട്ട് 10 ml ഉണ്ട്, സോൾവെന്റ് 20 ml ഉണ്ട്. അപ്പം സൊല്യൂട്ടും സോൾവെന്റും കൂടെ 30 ഉള്ളൂ, പക്ഷേ കിട്ടിയ സൊല്യൂഷൻ 32 ml ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ ടോട്ടൽ വോളിയം കൂടുതലാണ്, വോളിയം കൂടുകയാണ്. അതാണ് പോസിറ്റീവ് ഡെൽറ്റ V അല്ലേ. അതാണെങ്കിൽ ഏത് സൊല്യൂഷൻ വരും? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ A or BP attractive force is weak. A or BB attractive force weak ആയിരിക്കും, weaker than AB. AB attractive force നേക്കാളും weak ആയിരിക്കും. AB attractive force നേക്കാളും
AB attractive force weak ആയിരിക്കും. AB attractive force എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. AB attractive force വീക്ക് ആയിരിക്കും ആരെക്കാളും A or BB. A or BB. അപ്പോൾ A or BB attractive forceനേക്കാളും വീക്ക് ആയിരിക്കും AB attractive force. അതായത് solute or solvent attractive forceനേക്കാളും വീക്ക് ആയിരിക്കും സൊല്യൂട്ടും സോൾവന്റും കൂടെ ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക AB attractive force ആണ് വീക്ക്. AB attractive force വീക്ക് ആയിരിക്കും. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസ് നമുക്ക് വരാം. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ P1 എന്തായിരിക്കും? P1 കുറവായിരിക്കും. P1 0 K1 ആയിരിക്കും ഹൈ ആയിരിക്കും. അപ്പോൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ ഹൈ ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ. അതുപോലെ P2 എന്തായിരിക്കും? P2 0 K2 നേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ P total vapor pressure of the solution is lower than that predicted by Raoult's law. Raoult's law ഉപയോഗിച്ച് നമ്മൾ predict ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ എന്ത് 0 ആയിരിക്കും? ഡെൽറ്റ എച്ച് മിക്സ് 0 ആണോ? അല്ല, is less than 0. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ലിമിറ്റ്സ് ഓഫ് പ്രോസസ് ഈസ് എക്സോതെർമിക്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആണ്. 0ൽ കുറവാണ്. അപ്പോൾ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. പ്രോസസ് എന്തോ വരും? എക്സോതെർമിക് വരും. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. പ്രോസസ് എക്സോതെർമിക് ആണ്. അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ വി മിക്സ് is less than 0. ഡെൽറ്റ വിയുടെ വാല്യൂ നെഗറ്റീവ് വരും. നോക്കാൻ പ്രത്യേകത എന്താ? ഈ 10 ml സൊല്യൂട്ട് 20 ml സോൾവന്റ് കൂടെ ചേർക്കുമ്പോൾ 30 ml സൊല്യൂഷൻ കിട്ടില്ല. പകരം 30 കുറവേ കിട്ടത്തുള്ളൂ. സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം കുറവായിരിക്കും. ഇനി ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ AB അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. AB സ്ട്രോങ് ആയിരിക്കും. AB strong ആയിട്ടുള്ള attractive force ആയിരിക്കും. AB strong attractive force. Solute solvent attraction will be strong than A or BB. Okay, നമുക്ക് അത് എക്സാമ്പിൾസ് വരുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അത് എന്തുകൊണ്ട് അങ്ങനെ നെഗറ്റീവ് വരുന്നു പോസിറ്റീവ് വരുന്നു നമുക്ക് നോക്കാം. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. The positive deviation കാണിക്കുന്ന solution vapor pressure is higher than predicted by Raoult's law. So that is why it's P1 and P2. P1 high ആയിരിക്കും, P2 high ആയിരിക്കും, P total ഒക്കെ high ആയിരിക്കും. Raoult's law predict ചെയ്യുന്നതിനേക്കാളും ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും, ഡെൽറ്റ വി പോസിറ്റീവ് ആയിരിക്കും, AB attractive force weak ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ AB attractive force weak ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ പ്രത്യേകത നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. റോൾസ് ലോ പറയുന്നതിനേക്കാളും വേപ്പർ പ്രഷർ കുറഞ്ഞിരിക്കും. സോ P1 കുറവായിരിക്കും, P2 കുറവായിരിക്കും, P total കുറവായിരിക്കും, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ വി നെഗറ്റീവ് ആയിരിക്കും. AB അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയിരിക്കും. AB സ്ട്രോങ് ആണ്. A or BB യേക്കാളും AB സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ സൊല്യൂഷന്റെ ഡിഫറൻസ്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിന്റെ ഗ്രാഫ് ഉണ്ട്. പിന്നെ എക്സാമ്പിൾ ഗ്രാഫ് ഒക്കെ നോക്കാം. നിങ്ങൾ നേരത്തെ റൗൾട്ട്സ് ലോയുടെ ഗ്രാഫ് നമ്മൾ പഠിച്ചത്, അതായത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ ഗ്രാഫ് നമുക്ക് നോക്കാം. നമ്മൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ഞാൻ ഒന്നും കൂടെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് നമുക്ക് കാണിച്ചുതരാം. ഒരു ഐഡിയൽ സൊല്യൂഷൻ ഇവിടെ നമ്മൾ എന്താ മോൾ ഫ്രാക്ഷൻ അല്ലേ? മോൾ ഫ്രാക്ഷൻ ഇവിടെ നമ്മൾ chi1 equal to 0, ഇവിടെ chi1 equal to 1, chi2 equal to 1, so chi2 equal to 0. നമ്മൾ നേരത്തെ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഗ്രാഫ് പഠിച്ചില്ലേ? ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡോട്ട് ഉപയോഗിക്കാം. ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനാണത്. P1 0, we have P2 0, then this is called P total. ഇതാരുടെ കേസിൽ നമ്മൾ പഠിച്ചതാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചതാണ്. സോറി, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിലല്ല, ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചിരുന്നു. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചു.
അടുത്ത നമ്മൾ നോക്കുന്ന പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിലാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ എന്താ നമ്മൾ പഠിപ്പിച്ച പ്രത്യേകത പറഞ്ഞേ? ഐഡിയൽ സൊല്യൂഷനിൽ വരുന്നതിനേക്കാളും P1 കൂടുതലായിരിക്കും, P2 കൂടുതലായിരിക്കും, P ടോട്ടൽ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഒരു പോസിറ്റീവ്. ഇതെന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷന്റെ കേസാണ്. ഈ ഡോട്ട് ആയിട്ട് വരച്ചിരിക്കുന്നത് ഐഡിയൽ അല്ല, ഐഡിയൽ സൊല്യൂഷന്റെ കേസാണ്. ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ കേസിൽ എന്തൊക്കെ കൂടുതലാണ്? P1 കൂടുതലായിരിക്കും. P1 ഇത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഇനി P1 കൂടുതലായിരിക്കും, ഓൾസോ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും P1 കൂടുതലായിരിക്കും, P2 കൂടുതലായിരിക്കും, P ടോട്ടൽ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഡീവിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടും ഒരുമിച്ചാക്കിയിട്ട് ഐഡിയൽ സൊല്യൂഷനും ഐഡിയൽ സൊല്യൂഷനിൽ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്താണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഐഡിയൽ സൊല്യൂഷൻ കേസിൽ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും P1 കൂടുതലായിരിക്കും, P2 കൂടുതലായിരിക്കും, P ടോട്ടൽ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കേസ് നമുക്ക് നോക്കാം. നെഗറ്റീവ് ഡീവിയേഷൻ ടെക്സ്റ്റുകൾ നോക്കണം കേട്ടോ. NCERT നിങ്ങൾ നന്നായിട്ട് നോക്കണം. NCERT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കണം. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ NCERT നന്നായിട്ട് വായിക്കുക. അതിൽ എക്സസൈസിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത കണക്കുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. നമ്മളിത് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അല്ലേ? വീഡിയോ ലെങ്തി ആയിപ്പോൾ ഒത്തിരി ടോപ്പിക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് നോക്കാം. ഇവിടെ നേരത്തെ പോലെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ വരയ്ക്കുകയാണ്. This is P1, P2, P top. Already P1 0, P2 0, P2 0. Okay. ഇത് നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻ ഗ്രാഫ് ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ എന്താ പ്രത്യേകത? റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും P1 ഉം P2 P ടോട്ടൽ എല്ലാം കുറവായിരിക്കും. സോ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ P1 കുറവായിരിക്കും, then P2 കുറവായിരിക്കും, P ടോട്ടൽ കുറവായിരിക്കും. ഓക്കെ, ഇത് ഗ്രാഫ് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ ഗ്രാഫ്, അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ ഗ്രാഫാണ്. അപ്പോൾ അത് ആദ്യം ഐഡിയൽ സൊല്യൂഷൻ വരച്ചിട്ട് വരയ്ക്കണം. അതായത് നമുക്ക് ആ കൃത്യമായിട്ടുള്ള ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ സൊല്യൂഷൻസിനോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ NCERT-യിൽ 2-3 എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എത്തനോൾ. എത്തനോൾ പ്ലസ് അസറ്റോൺ. എത്തനോളും അസറ്റോണും കൂടെ മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ. എത്തനോളും അസറ്റോണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുക. നിങ്ങൾ എത്തനോളും അസറ്റോണും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ ഏതായിരിക്കും? ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന് എക്സാമ്പിൾ ആണ് എത്തനോളും അസറ്റോണും. എന്താണ് ഇതിന്റെ എത്തനോളും അസറ്റോണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ വരാനുള്ള കാരണം നോക്കാം. ഇപ്പൊ നമ്മൾ എത്തനോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എത്തനോൾ എന്ന് പറയുന്ന മോളിക്യൂൾ, ഇപ്പൊ നമ്മൾ എത്തനോൾ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ പ്രത്യേകത, എത്തനോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തനോൾ എത്തനോൾ മോളിക്യൂൾ. അപ്പൊ എത്തനോൾ മോളിക്യൂളിന്റെ പ്രത്യേകത, എത്തനോളിന്റെ മോളിക്യൂൾസിനിടയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഒരു എത്തനോളിലെ Hഉം അടുത്ത എത്തനോളിലെ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ആൽക്കഹോൾസിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എത്തനോളിലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഒരു എത്തനോൾ അടുത്ത എത്തനോൾ, ഇപ്പൊ നമ്മൾ അടുത്ത എത്തനോൾ എടുക്കുകയാണെങ്കിൽ അവിടെയും അവിടെ ഏത് ബോണ്ടിങ് ഒരു എത്തനോൾ മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഏത് ബോണ്ടിങ് വരും? ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ്. സോ അപ്പം ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ എത്തനോളിനും ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണ്.
അഡീഷണൽ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എത്തനോൾ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് ഹൈ ആണ്. Now ഈ എത്തനോളിന്റെ മോളിക്യൂൾസിനകത്തേക്കാണ്, അപ്പോൾ നമ്മൾ എത്തനോൾ എടുത്തിട്ട് എത്തനോളിനകത്തേക്കാണ് അസറ്റോൺ ആഡ് ചെയ്യുന്നത്. അസറ്റോൺ ഇതിനകത്തേക്ക് നമ്മൾ അസറ്റോൺ എന്ന് പറയുന്ന ലിക്വിഡ് ആഡ് ചെയ്യും. അപ്പോൾ അസറ്റോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ അസറ്റോൺ നമ്മുടെ എത്തനോൾ മോളിക്യൂളിനകത്തേക്ക് എൻറ്റർ ചെയ്തിട്ട് എത്തനോളിനും അസറ്റോണിനും ഇടയിൽ ബോണ്ട് ഫോം ചെയ്യും, ഒരു അട്രാക്ഷൻ ഫോം ചെയ്യും. അപ്പം അസറ്റോൺ നിങ്ങൾ എത്തനോളിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അസറ്റോൺ എന്ത് ചെയ്യും, എത്തനോൾ മോളിക്യൂൾസിനിടയിലുള്ള കുറെ ഹൈഡ്രജൻ ബോണ്ടിനെ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ അസറ്റോൺ എത്തനോൾ ബോണ്ട് അട്രാക്ഷൻ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ എത്തനോളിനകത്തേക്ക് അസറ്റോൺ ആഡ് ചെയ്യുന്ന സമയത്ത് the hydrogen bonding present in some of the ethanol molecule will break. ethanol molecule ഇടയിലുള്ള കുറെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ആയി. സോ എത്തനോളിനും അസറ്റോണിനും ഇടയിൽ വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്, പുതുതായിട്ട് ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, വീക്ക് ആയിരിക്കും. ഇപ്പൊ എത്തനോളും ഇടുന്ന സമയത്ത് പ്യൂർ ആയിട്ട് എത്തനോൾ മാത്രം ഇടുന്ന സമയത്ത് എത്തനോളിനും ഇടയിൽ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരുന്നു. അസറ്റോൺ ആഡ് ചെയ്തപ്പോഴത്തേന് അതിനിടയിലുള്ള കുറെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് ബ്രേക്ക് ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു, എത്തനോളിനും അസറ്റോണിനും ഇടയിലുള്ള ഫോഴ്സ്, അതായത് സോല്യൂട്ടിനും സോൾവെന്റിനും ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായി, വീക്കായി. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു എ ബി അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആയിട്ട് വന്നാൽ, എ ബി അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആണെങ്കിൽ ഏത് ഡീവിയേഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ എത്തനോളും അസറ്റോണും കൂടെ ചേർന്ന സൊല്യൂഷൻ ഏത് ഡീവിയേഷൻ കാണിക്കും, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. കാരണം ഇവിടെ എത്തനോൾ മോളിക്യൂൾസിനിടയിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്ന അസറ്റോൺ ആഡ് ചെയ്യുമ്പോൾ സോ പുതുതായിട്ടുണ്ടാകുന്ന എത്തനോൾ അസറ്റോൺ ബോണ്ട് വീക്ക് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഈ സൊല്യൂഷൻ ഏത് ഡീവിയേഷനെ കാണിക്കും, പോസിറ്റീവ് ഡീവിയേഷനെ കാണിക്കും. അപ്പോൾ എത്തനോളിനകത്തേക്ക് അസറ്റോൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യും, പോസിറ്റീവ് ഡീവിയേഷൻ എൻഡോതെർമിക് ആണ്, ഡെൽറ്റ വി പോസിറ്റീവ് ആയിരിക്കും. ഈ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എപ്പോഴും ഹൈ ആയിരിക്കും, റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും, അല്ലേ? അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് എൻസിആർടിയിൽ നോക്കി പഠിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കൂടുതൽ എക്സാമ്പിൾസ് നോക്കി വെക്കണം. അടുത്ത വരുന്ന ഏതാണ്, നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഫീനോൾ അനിലീൻ. ഫീനോൾ നമുക്കറിയാം OH ആണ് ഫീനോൾ. ഇത് ഫീനോൾ മോളിക്യൂൾസ് ആണ്. ഇതാണ് അനിലീൻ. ഇത് അനിലീൻ NH2 അല്ലേ, അനിലീൻ അപ്പോ നമ്മൾ ഫീനോൾ എടുക്കുകയാണെങ്കിൽ ഫീനോളിന്റെ പ്രത്യേകത, ഫീനോൾ നോക്കുകയാണെങ്കിൽ ഫീനോൾ നമുക്കറിയാം ആൽക്കഹോളിനെ പോലെ തന്നെയാണ് OH ബോണ്ട് ഉണ്ട്. അപ്പോൾ ഫീനോളിന്റെ മോളിക്യൂളിനിടയിൽ എന്താ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്, ഈ Oയും ഇവിടെ H തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഫീനോൾ മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇനി നമ്മൾ അനിലീനെ നോക്കുകയാണെങ്കിൽ അനിലീനിലും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫീനോളും അനിലീനും തമ്മിൽ മിക്സ് ചെയ്യുമെന്ന് വെച്ചു. അപ്പോൾ ഫീനോളും അനിലീനും തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ ഫീനോളും അനിലീനും തമ്മിൽ മിക്സ് ചെയ്യാം. ഇത് ഫീനോളാ, ഫീനോളിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അനിലീൻ. ഫീനോളും അനിലീനും കൂടെ മിക്സ് ചെയ്യും. ഫീനോളും അനിലീനും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് അറിയോ, ഈ ഫീനോളിലെ H+ ഇവിടെ OH എന്ന് പറയുമ്പോൾ H ന് പ്ലസ് ചാർജ് ഉണ്ട്, ഇത് ഹൈലി നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ പ്ലസ് ചാർജ് ആണ് H+. അപ്പൊ ഫീനോളിലെ H+ പ്രോട്ടോണും H+. ഈ അനിലീനിലെ നോൺ പെയറിന്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഫീനോളിലെ OH-ഉം അനിലീനിലെ ലോൺ പെയറിനും ഇടയിൽ പുതുതായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വരും. ഓൾറെഡി ഫീനോളിന്റെ മോളിക്യൂളിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അനിലീനിന്റെ മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇനി ഫീനോളും അനിലീനും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫീനോളിലെ H-ഉം അനിലീനിലെ ലോൺ പെയറിനും ഇടയിൽ എന്തോ വരും, ഒരു പുതിയ ഹൈഡ്രജൻ ബോണ്ടിങ്ങും കൂടി ഉണ്ടാവും. മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പുതിയ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഈ പുതുതായിട്ടുണ്ടായ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് നേരത്തെ ഫീനോളിലോ അനിലീനിലോ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബോണ്ടിനേക്കാളും എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഫീനോളും അനിലീനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതുതായിട്ടുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് നേരത്തെ ഉണ്ടായിരുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാളും ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാളും എന്താണ്, സ്ട്രോങ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, AB അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിട്ട് മാറി, സ്ട്രോങ് ആയി.
അപ്പൊ എ ബി അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഏത് ഡീവിയേഷനെ കാണിക്കൂ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പൊ ഫീനോളും അലനീനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് റിലീസ് ചെയ്യും. എക്സോതെർമിക് ആയിരിക്കും, ഡെൽറ്റ വി നെഗറ്റീവ് ആയിരിക്കും. ഈ ഫീനോളും അലനീനും കൂടെ ചേർന്ന സൊല്യൂഷൻ വേപ്പർ പ്രഷർ കുറവായിരിക്കും റോൺസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും. സോ അത് നെഗറ്റീവ് ഡീവിയേഷന് എക്സാമ്പിൾ ആണ് ഫീനോളും അലനീനും. അപ്പൊ ഫീനോളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അനിലീനിലും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. പക്ഷെ ഫീനോളും അനിലീനും കൂടെ മിക്സ് ചെയ്ത സമയത്ത് ഫീനോളിലെ ലോൺ പെയർ H പ്ലസും ഹൈഡ്രജനിലും അനിലീനിലെ ലോൺ പെയറിന് ഇടയിൽ പുതുതായി ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ആ ഹൈഡ്രജൻ ബോണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാളും സ്ട്രോങ് ആണ്. ദാറ്റ് ഈസ് എ ബി അട്രാക്റ്റീവ് ഫോഴ്സ് ബിക്കം സ്ട്രോങ്. സോ ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കുക. നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, അതിന്റെ എക്സാമ്പിൾസ്. ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.